ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഉണ്ടാവുള്ളൂ. ഈ 5 മന്ത്രിമാരെന്ന ലീഗിന്റെ ആവശ്യം പൂർണ്ണമായിട്ടും UDF അംഗീകരിച്ചിട്ടുണ്ട് അല്ലേ? പ്രാഥമിക അതായത് ഞങ്ങളിപ്പോൾ അങ്ങനെ അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്തിമ തീരുമാനത്തിൽ അതെല്ലാം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വലിയ രീതിയിൽ മുസ്ലിം ലീഗ് ആക്രമിക്കപ്പെട്ടപ്പോൾ, പ്രത്യേകിച്ചും UDF അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അതെന്താണ് കേരളത്തിലെ അതിന്റെ അന്തരീക്ഷം അങ്ങനെ മാറുന്നത്? ഒരിക്കലുമല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണല്ലോ അത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ തലങ്ങളിലും പരിശോധിച്ചതിന് ശേഷമാണ് അന്തിമമായിട്ട് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതല്ലാതെ മറ്റൊരു സമ്മർദ്ദവും അതിൻ്റെ പിന്നിലൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ അത് ഒറ്റ വാക്കിൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. കായുള്ള മരത്തിന് ഏറ് കിട്ടുള്ളല്ലോ, അതുകൊണ്ടാണ്. തീരുമാനമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ നേതാക്കളുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് അന്തിമമായിട്ട് തീരുമാനിക്കുള്ളൂ. ചെന്നിത്തലയുമായി ലീഗിന് നല്ല ബന്ധമാണ്. അപ്പോൾ ചെന്നിത്തലയുടെ കാര്യത്തിൽ ലീഗ് എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളുമായിട്ടും ലീഗിന് നല്ല ബന്ധമാണുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പോകണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം. എനിക്ക് ഇല്ല ഒരിക്കലില്ല. എനിക്ക് ആ വിവരം ഇല്ല കേട്ടോ. കോഴിക്കോട് എന്താ കേരളത്തിൽ പെട്ടതല്ലേ? കോഴിക്കോട് നിന്ന് മന്ത്രിമാർ വേണമല്ലോ, അതല്ലേ എല്ലാവരും ആവശ്യം. ഞാൻ പോയി വരാം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 5 മന്ത്രിമാർ ഉണ്ടോ എന്ന ചോദ്യത്തിന് അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ 5 മന്ത്രിമാർ ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശ തന്നെയാണ് ഇപ്പോൾ തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.